ഏഴാം മൈലിൽ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധ. ഛർദിയും വയറുവേദനയും വയറിളക്കവും ഉൾപ്പെടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നിരവധി കുട്ടികളെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. ഇതിൽ ചില കുട്ടികൾ ചക്കുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൻ്റെ ബ്ലോക്ക് ഡിവിഷൻ പരിധിയിൽ വരുന്ന ഏഴാം മൈലിലെ സെൻറ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് രക്ഷകർത്താക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്കൂൾ സന്ദർശിച്ചത്. അപ്പോൾ നമ്മൾ സ്കൂളിലെ അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയോടെ സ്കൂളിലെ മോട്ടോർ കംപ്ലൈൻ്റ് ആവുകയും അങ്ങനെ ഈ സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു ഏജൻസിയുമായിട്ട് ഇവർ കോൺടാക്ട് ചെയ്യുകയും കുട്ടികൾക്ക് പാത്രം കഴുകാനും മറ്റുമായിട്ട് അത്തരത്തിൽ വെള്ളം എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരുപാട് ഇവിടെ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ ആശുപത്രിയിലൊക്കെ ചികിത്സ തേടി. ഇപ്പോഴും 1-2 കുട്ടികളൊക്കെ ആശുപത്രിയിലാണ്. അപ്പം പുറത്തുനിന്ന് എത്തിച്ച ആ ഒരു കുടിവെള്ളത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായത് എന്നാണ് സ്കൂൾ അധികൃതർ പൊതുവായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്കൂളിലെ മാനേജ്മെൻറ്റ് തന്നെ അത്തരത്തിൽ പഞ്ചായത്തിനെയും ഹെൽത്തിനെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏഴാം മൈൽ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സ്കൂളിലെ ആവശ്യങ്ങൾക്കായി പുറത്തുനിന്ന് കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. കുടിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിലും കുട്ടികൾ ഭക്ഷണശേഷം കൈയും വായയും കഴുകിയത് ഇതിലാണ്. സ്കൂളിലെ പമ്പ് തകരാറിലായതിനെ തുടർന്നാണ് അധികൃതർ പുറത്തുനിന്ന് വെള്ളം എത്തിച്ചത്. കരാറുകാരനെയാണ് വെള്ളം എത്തിക്കാനായി ഏൽപ്പിച്ചത്. ഇയാൾ എത്തിച്ച വെള്ളമാണ് കുട്ടികൾ ഉപയോഗിച്ചത്. പാറമടയിൽ നിന്നാണ് ഇയാൾ വെള്ളമെടുത്തതെന്നും നിർമ്മാണ ആവശ്യങ്ങൾക്കാണ് ഇത് നൽകുന്നതെന്നും പറയപ്പെടുന്നു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നൽകിയ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കുടിവെള്ളം വിതരണം ചെയ്തതിലെ വീഴ്ചകൾ സംബന്ധിച്ചും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി സ്കൂളിലും പരിസരത്തും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് തന്നെ പഞ്ചായത്തിനെയും ഹെൽത്തിനെയൊക്കെ പോലീസിനെയൊക്കെ വിവരം അറിയിച്ചു. അപ്പോൾ ഇപ്പോൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെ ഒക്കെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കുടിവെള്ളം വിതരണം ചെയ്തതിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ വെള്ളം എത്തിച്ചത് എന്നുള്ളത് പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം വിതരണം ചെയ്ത കുടിവെള്ളവും അതോടൊപ്പം തന്നെ സ്കൂളിലെ കുടിവെള്ളവും ഒക്കെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് ആരുടെ ഭാഗത്താണ് പോരായ്മയുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ ഗുരുതരമായൊരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം കൊച്ചുകുട്ടികളാണ്, UKG മുതൽ പ്രീ സ്കൂൾ വരെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന കുടിവെള്ളത്തിലെ പ്രശ്നമാണോ ഇത് എന്ന് പരിശോധിക്കാനുള്ള പരിശോധനകളൊക്കെ ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.